ചേച്ചി കീർപ്പണം. ചേച്ചി അറിവില്ല പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനില്ല. ഞാനൊന്ന് പോയി നോക്കിയാലാ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ തെറ്റ വേണ്ട. ആരാ? ഞാനാ. ചേട്ടനാ? എന്നാട്ടാ? പുള്ളി എവിടെ? സിദ്ധു, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയാ. പുള്ളി ബിസിയാ. ബിസിയാ. അതെന്തോറ്റി? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ് ചേട്ടാ? ഈ മറ്റേ ആസനം ഇല്ലേ, മറ്റേ പത്മാസനം. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണ്ടി പറയട്ടാ. പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം? സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ. ഓരോ സാഹചര്യങ്ങൾ അവർ ചീത്താക്കണേ. എന്താടാ ഊളെ? ചേട്ടാ എന്നാട്ടാ? സെൽഫി എടുക്കണ കാര്യം ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാര്? ആ മനു. അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ, പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നല്ല, സിന്ധു. അതൊരു ഭൂലോകം. നിന്നെ കണ്ടോണ്ടിരിക്കുന്നത് മൂടും പോയി. അടിപൊളി. നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു വന്നല്ലോ. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം ആണോ? വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലേടോ. താൻ കണ്ണടച്ചിരുന്നാ മതി. കണ്ണടക്കടോ. നീയായിരുന്നോ? പേടിച്ചും പോയി. എന്തേ? അല്ല, കുടിക്കാൻ വല്ലതും വേണോ മോനെ? വേണ്ട. ഗ്ലൂക്കോസ് പിടിച്ചു വേണ്ട. നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ. മുള്ളാൻ ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കില്. ഇപ്പൊ എവിടെ പോണ്?
മുള്ളിട്ട് വരാം ഒന്നുകൂടി മുള്ളിട്ട് വരാടാ. മുള്ളാൻ തന്നെ പോണേ. എന്താ അടിമേ? എടാ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ? നീ ഇപ്പൊ വന്ന കാര്യം പറഞ്ഞേ. എടാ ഭയങ്കര കൊതുകില്ലടാ. അതുകൊണ്ട് ഞാൻ വേണി കൊതുക് തീരാം. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു അതെ, ഇനി എങ്ങനെയും വാങ്ങിക്ക് വന്നിട്ടല്ലോ ചവിട്ടിയാൻ നെഞ്ചും കുളിക്കും കേട്ടോ. മനു, ആ ഞാൻ തന്നെ. വലിയ ദേഷ്യക്കാരനാണല്ലേ. എന്താ അവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുത്ത് വന്നിരിക്കും. ഇതാണോ അടുത്ത്? സാരമില്ല, ഞാൻ അവിടെ വന്നിരിക്കട്ടെ. ഇതെന്ത് വിറയല? ഈ വിറയലൊക്കെ ഞാനിന്ന് മാറ്റും. നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ചേർന്നിപ്പിച്ചല്ലേ? ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ ഹലോ. ആ എടാ വർഗീസേ, ഇത് ഞാനാടാ മാർട്ടിൻ. മാർട്ടിനോ? ഞാനല്ലേ മാർട്ടിൻ? അത് ശരിയാണല്ലോ. അതല്ല ഇവിടുത്തെ വിഷയം. നീ ഇപ്പൊ എവിടെയാ? ഇപ്പൊ എല്ലാവരുമായിട്ട് ഒരു ടൂറ് പോയിക്കൊണ്ടിരിക്കുക, കൊടൈക്കനാൽ വരെ. ആ എന്നാ നീ ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കും. ഒരു മിനിറ്റ്. ആ ഞെട്ടാൻ തയ്യാറായി, പറഞ്ഞു. അത് പിന്നെ എന്റെ ലോഡ്ജിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? അതെ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്. നീ ഒന്ന് ഊഹിച്ചു പറയടാ. നീ ഒന്ന് ആരാന്ന് പറടാവേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? അത് നിനക്കറിയില്ലേ? ക്രിക്കറ്റ്. ആ അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാരാ? സിദ്ധു. ആ അയാള് തന്നെ. പിന്നെ സിദ്ധു ഒന്ന് പോടത്തോരപ്പാവിടുന്നു. അത് നിന്റെ പരട്ട ലോഡ്ജില്. അതെ, സിദ്ധു ആയിരിക്കില്ല, വല്ല സിന്ധുവുമായിരിക്കും. കർത്താവാണേ സത്യം. എടാ ഇവിടെ താമസിക്കുന്ന ഒരു ചെറുക്കന്റെ അടുത്ത സുഹൃത്താ. അവര് പഞ്ചാബിൽ വെച്ച് പരിചയപ്പെട്ട. ഇപ്പൊ ഇവിടെ വന്നപ്പോ അവനെ കാണാൻ വേണ്ടി വന്നതാ. ഓ പിന്നെ ആ നീ വിശ്വസിക്കേണ്ട വിശ്വസിച്ചാ മതി. നീ എനിക്കൊന്നുമില്ല. നീ നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. നീ ഓടുന്നുണ്ടല്ലോ. ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. ആ ഇത്രയേ ഉള്ളു. അതിപ്പം നീ ആയാലും ഞാനായാൽ പോലും ഒന്നും പറയാൻ പറ്റില്ലെന്നേ. അവന്റെ മുന്നിൽ മനുഷ്യനൊന്നും അല്ല. അതെ അണ്ണൻ വരുന്നു. ആര് വരുന്നു? ആരാ മരിച്ചത്? ആ ഏതോ ഒരു കിളവൻ. എന്നെ കണ്ടിട്ട് ആരും എന്താ മൈൻഡ് ചെയ്യാത്തത്? എന്ത് പറയാണ്ണ? എന്താൾക്കാര്, ഒരു ബഹുമാനമില്ലാത്ത തെണ്ടികള്. ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല. പാർട്ടിക്ക് ഇപ്പൊ അത്രയ്ക്ക് വിലയാണല്ലോ. അതെ, വില കിട്ടാൻ ഒരു ഉഗ്രം വഴിയുണ്ട്. എന്ത് വഴി? എങ്ങനെയെങ്കിലും നിങ്ങൾ ആ കിളവന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ പാർട്ടിയുടെ പേരിൽ ആ കിളവിന് ആദരാഞ്ജലികൾ ഫ്ലെക്സ് 4 മൂലയിലും വെക്കണം. ഓക്കെ? പിന്നെ ഒരു റീത്തും വെക്കണം. അതിനെവിടെ റീത്ത് വാങ്ങണം. അതിന് കാശെവിടെ? അതിന് കാശെന്തിനാ? ആ പൂക്കട ചേട്ടൻ എന്റെ പേര് പറഞ്ഞാ പോരെ, അപ്പൊ റീത്ത് കിട്ടൂലേ? ഓ ഇനി ഓസം ചോദിച്ചാട്ട് അങ്ങോട്ട് ചെന്നാ മതി. നിങ്ങളുടെ പേര് റീത്ത് വാങ്ങേണ്ടി വരും. എന്ത് തന്നെയായാലും റീത്ത് വേണം, അത് മസ്റ്റാ. അതിനൊരു വഴിയുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരുത്തൻ ചത്ത്. അവനെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് കുറെ റീത്തുകൾ കിടപ്പുണ്ട്.
അതിൽ നിന്ന് നല്ലൊരെണ്ണം എടുത്തിട്ട് അണ്ണന്റെ പേരെഴുതി ഒട്ടിച്ചാ പോരെ അണ്ണ? പോരെ. കൊള്ളാല്ല. ഹലോ ഹലോ, എടാ മാട്ടിനെ, നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? നീ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ടൂറിന് പോവാന്ന്. ജസ്റ്റ് പാസ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് അവരൊക്കെ എത്തി? അവരെല്ലാം മണിക്കത്തിരിപ്പുണ്ട്. അല്ല, എവിടെയാണ്? മുകളിലുണ്ട്, വർക്കൗട്ടില്ല. അതേടാ, ഈ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ? എന്റെ ബാല്യകാല സുഹൃത്താ മിസ്റ്റർ മാർട്ടിൻ. ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാ. പാകിസ്ഥാനിൽ നിന്ന് ഇപ്പൊ വന്നോളൂ നമ്മുടെ സിദ്ധുവിനെ കാണാൻ. ഓ സിദ്ധവും കിന്തും. ആ ഓടിന്റെ കാര്യം എന്തായി? അതല്ലേ ഇവിടുത്തെ വിഷയം. നീ ഒന്ന് ഓടിക്കേ. അല്ല, ആളെ കാണാൻ പറ്റുമോ? പിന്നെന്തേ, അതെ വർഗീസിന്റെ ലോഡ്ജ്. നിനക്കല്ലേ പോയി. നിങ്ങളുടെ അപ്പന് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു ടൂർ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? വയസ്സാങ്കാലത്ത് ഒരു ക്രിക്കറ്റ് കളി. എന്റെ പൊന്നെ, അവരൊക്കെ വയസ്സായ ആൾക്കാരല്ലേ? അവരൊക്കെ ഇന്നോ നാളെന്നും പറഞ്ഞെങ്കിൽ പോവില്ലേ? കൊല്ലി അത് സംസ്കൃതമൊന്നും അല്ല പറഞ്ഞത്, പച്ചത്തെറിയാ. എന്താ ചേട്ടാ ഇവിടെ ഒരു ആൾക്കൂട്ടം? എന്ത് പറയാനാ അനിയാ, ഞങ്ങൾ ടൂറ് പോവായിരുന്നു. അപ്പോഴാ അറിഞ്ഞത് ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടെന്ന്. സിദ്ധു? ഏ സിദ്ധു? ക്രിക്കറ്റ് കളിക്കാരൻ സിദ്ധു. എന്തായി? പുള്ളി സമ്മതിച്ചോ? അതെന്ത് ചോദ്യോ മാട്ടിന്. ഈ വർഗീസിനോട് നോ പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടോ? അപ്പൊ ഞാൻ അവരെ കൂടെ വിളിച്ചാലോ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്താ? അതെ, അയാൾ വന്ന ക്ഷീണത്തിലാ. ഒന്ന് കുളിച്ച് ഫ്രഷായി വരാന്ന് പറഞ്ഞു. എവിടെ പിന്നെ വിളിച്ചും പോയി വന്നും പോയി. അവൻ അതുമായിട്ട്